തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി തുടങ്ങി. മുനിത്തടം ക്ഷേത്രത്തിന് സമീപത്താണ് നിലവിൽ ആനയുള്ളത്. ദൗത്യ സംഘത്തിന് 4 റൗണ്ട് മയക്കുവെടി വെക്കേണ്ടി വന്നെങ്കിലും 2 തവണ മാത്രമാണ് അത് ഏറ്റത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, 4 റൗണ്ട് വെടിവെച്ചെങ്കിലും 2 വെടി മാത്രമാണ് ഏറ്റിരിക്കുന്നത്. ആന മയങ്ങിയിട്ടുണ്ടോ? ചികിത്സ തുടങ്ങിയിരിക്കുകയാണോ അവിടെ? ലക്ഷ്മി, തീർച്ചയായും ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. 4 റൗണ്ടിലായി 2 ഡോസ് മയക്ക് വെടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആനയുടെ മേൽ വെച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് അതിരപ്പള്ളിക്ക് പുഴയുടെ സമീപത്ത് കണ്ടെത്തിയ, ചാലക്കുടി പുഴയിലെ ദ്വീപിൽ കണ്ടെത്തിയ, അല്ലെങ്കിൽ ഒരു തുരുത്തിൽ കണ്ടെത്തിയ കാട്ടാന, ഈ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാന തന്നെയാണ് തിരിച്ചറിയുന്നത്. അതിന് പിന്നാലെ വനംവകുപ്പ് സംഘം ഈ മൊത്തം 4 ആനകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 കാട്ടാനകളുടെ കൂട്ടത്തിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിനെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വളരെ വേഗം വിജയിച്ചു എന്നുള്ളതാണ്. കാരണം ഈ 3 കാട്ടാനകളുടെ കൂട്ടത്തിൽ നിന്ന് അല്പം മാറി ആ തുരുത്തിൽ തന്നെ ഈ കാട്ടാന നടന്നു വന്നു. അതിനുശേഷം അത് ചെറിയൊരു തോടുണ്ട്, ആ തോട് കടന്ന് ഇപ്പോഴേക്ക് കടന്നു വന്ന സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ ഒറ്റപ്പെട്ട മേഖലയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയത്താണ് കഴിഞ്ഞ ബുധനാഴ്ചത്തിന് സമീപമായി കാട്ടാന ഉൾവനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഇല്ലിക്കാട് നിറഞ്ഞ പ്രദേശത്തേക്ക് പിൻവാങ്ങാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് അവിടെ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്ന വനംവകുപ്പ് സംഘം ഇതിനെ വിരട്ടി വീണ്ടും റബ്ബർ തോട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. റബ്ബർ തോട്ടത്തിൽ എത്തിച്ചതിന് ശേഷം ആ സമയത്ത് തന്നെ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിരുന്നു. അപ്പോൾ തന്നെ ആദ്യത്തെ മയക്ക് വെടി ആനയ്ക്ക് നേരെ വെച്ചു. അതിനുശേഷം ആദ്യത്തെ മയക്ക് വെടി കൊണ്ടതിന് ശേഷം ആന കുറച്ചുകൂടി മുമ്പിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ 2ാമത്തെ മയക്ക് വെടി വെച്ചു. അതിനുശേഷമാണ് പിന്നീട് 2 മയക്ക് വെടി കൂടി വെക്കാൻ കഴിഞ്ഞത്. അതോടുകൂടി ആന ആദ്യത്തെ 2 മയക്ക് വെടി ഏറ്റപ്പോൾ തന്നെ ആന ഏകദേശം അത് മയങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാണാൻ കഴിഞ്ഞു. നമുക്കിപ്പോൾ ഉള്ള ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. പിന്നീട് അരുൺ സെക്രട്ടറി ആനയുടെ തൊട്ടടുത്തെത്തിയാണ് പിന്നീട് അടുത്ത മയക്കുവെടി വെക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതിന് പിന്നാലെ ആന ഈ ഒരു റബ്ബർ തോട്ടം കഴിഞ്ഞുള്ള ചെറിയൊരു പുല്ല് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്, കുറ്റിക്കാടുകളുള്ള പ്രദേശം. ആ പ്രദേശത്തേക്ക് ആന മാറിയെങ്കിൽ പോലും പിന്നീട് അമ്പലത്തിന് സമീപത്ത് വെച്ച് ആനയെ പൂർണ്ണമായും ആനയുടെ ശരീരത്തിലേക്ക് അത് പ്രവർത്തിച്ചു തുടങ്ങുകയും ആന മയങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ചികിത്സ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ ആനയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അതിൻ്റെ മസ്തകത്തിലേറ്റ മുറിവ് അത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കേണ്ടതുണ്ട്. അത് ആഴത്തുള്ള മുറിവാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അതിന് പഴുപ്പടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അതിനെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാൻ തീരുമാനിച്ചത്. അത് ഏത് തരത്തിലുള്ള ചികിത്സ, ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേഷൻ അനുസരിച്ച് അത് അതിനുള്ളിൽ വെച്ച്, കാട്ടിനുള്ളിൽ വെച്ച് തന്നെ ചികിത്സ നൽകി ഭേദമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുറിവ് മാത്രമേ ആനയ്ക്ക് ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ചികിത്സ നൽകി അത് ആനയെ കാട്ടിൽ തന്നെ വിട്ടയക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ആ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. അത് അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി സ്ഥലത്തുണ്ടായിരുന്നത്. ബുധനാഴ്ച ഉച്ചവരെ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ആനയെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തിയപ്പോഴാണ് അന്ന് ആന പിൻവാങ്ങിയത്. ഈ പുഴയുടെ തൊട്ടടുത്ത് വെച്ച് ആനയ്ക്ക് മയക്കുവെടി വെച്ചാൽ അത് കൂടുതൽ ആപത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നു. കാരണം ആഴം കൂടിയ പല പ്രദേശങ്ങളും ഈ പുഴയിലുണ്ട്. അതിലേതെങ്കിലും ഒരു കയത്തിൽ പോയി ആന ഇറങ്ങിയാൽ അത് സ്വാഭാവികമായും ആനയുടെ മരണത്തിലേക്കടക്കം എത്തുന്ന ഘട്ടമുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് അവിടെ നിന്ന് മാറ്റുന്ന ഒരു ശ്രമം നടത്തിയത്. അന്ന് പക്ഷേ ബുധനാഴ്ച ആ ശ്രമം വിജയിച്ചുവെങ്കിൽ പോലും ഉൾക്കാട്ടിലേക്ക് അത് കയറിപ്പോയി. പക്ഷേ ഇന്നലെ മുഴുവൻ നടത്തിയ തെരച്ചിലിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ പലയിടത്തും കാട്ടാന കൂട്ടങ്ങളെ കണ്ടിരുന്നു. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഈ ആനയുണ്ടോ എന്ന് നോക്കി 7 ഇടങ്ങളിൽ ഒറ്റയാനകളെ കണ്ടിരുന്നു. ആ ആനകളിലൊന്നും ഈ ആനയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഇന്നലെ ഒരു ഇരുട്ട് വീടിനോടുകൂടിയ തിരച്ചിൽ അവസാനിപ്പിച്ചത്. പക്ഷേ നിരീക്ഷണം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ നിരീക്ഷണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്നും ഇത്തരത്തിൽ ആ തുരുത്തിൽ, ബുധനാഴ്ച ഉണ്ടായിരുന്ന അതേ തുരുത്തിൽ ഒരു 4 ആനകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ ആനകളുടെ കൂട്ടത്തിൽ ഈ ആനയുണ്ട് എന്ന് 7 മണിയോട് കൂടി ഉറപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിന് പിന്നാലെ വളരെ വേഗത്തിലുള്ള നടപടിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു 8:30 ആനയെ മയക്കുവെടി വെച്ച് വരുതിയിലാക്കാൻ
കഴിയുന്ന കാര്യത്തിൽ വളരെ വേഗത്തിൽ, അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ടിലേക്ക് ആന എത്തി ആ സമയത്ത് പിന്നീടൊന്നും ആലോചിക്കാതെ വളരെ പെട്ടെന്ന് വെടിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യത്തെ 2 മയക്കുവെടി വെച്ചതിന് ശേഷം ആന മുമ്പിലേക്ക് ഓടി. ആ സമയത്ത് അരുൺ സക്രിയ അടക്കമുള്ളവർ വാഹനത്തിൽ അതിനെ പിന്തുടർന്നാണ് അവിടെ വെച്ചിട്ട് പിന്നീട് തൊട്ടടുത്തെത്തി 3ഉം 4ഉം മയക്കുവെടി കൂടി വെക്കുന്നത്. അങ്ങനെ 2 ഡോസ് മയക്ക് വെടി നൽകുകയും അങ്ങനെ ആനയെ പൂർണ്ണമായും വരുതിയിലാക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി ആന ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് നാട്ടുകാരടക്കം വിവരം അറിച്ചതിനെ തുടർന്നാണ് ഇതിൽ പരിശോധന നടത്തിയത്. പ്രാഥമികമായ പരിശോധനയിൽ തന്നെ മുറിവ് ആഴത്തിലാണ് എന്നും അതിൽ വ്രണമടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്ക് കൂട്ടുകയായിരുന്നു. അതാണ് പെട്ടെന്ന് തന്നെ ആനയെ പിടികൂടി അതിന് ചികിത്സ നൽകാനുള്ള ഒരു ഘട്ടത്തിലേക്ക് പോയത്. കുങ്കിയാനകളെ എത്തിച്ച് പിടികൂടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആദ്യം പോയെങ്കിൽ പോലും അതിനെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി വെച്ചിട്ട് കുറച്ചുകൂടി തെളിഞ്ഞൊരു പ്രദേശത്തേക്ക് അതിനെ കിട്ടാനുള്ള ഒരു സാധ്യത കൂടി മുൻനിർത്തിയാണ് മയക്കുവെടി നേരിട്ട് വെച്ച് തന്നെ അതിനെ ചികിത്സിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോയത്. എന്തായാലും അത് വിജയം കണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസം ആന ഉൾക്കാട്ടിലേക്ക് പോയി എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരിടത്തും നടത്തിയ തിരച്ചിൽ ഏകദേശം 9 ഇടങ്ങളിലാണ് ഇന്നലെ 50-അംഗ സംഘം തിരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ ഒരിടത്തും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് അത് ഏറ്റവും താഴ്വശത്ത് ചാലക്കുടി പുഴയുടെ നടുവിലുള്ള ചെറിയൊരു തുരുത്തിൽ തന്നെ അത് പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാവിലെ തന്നെ ദൗത്യത്തിന് ഏറ്റവും സുഗമമായത്. വെയിലുദിക്കുന്നതിന് മുമ്പ് തന്നെ ആ ദൗത്യം ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മി, തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി തുടങ്ങിയിരിക്കുകയാണ്. മുനിത്തടം ക്ഷേത്രത്തിന് സമീപത്താണ് നിലവിൽ ആന ഉള്ളത്. ദൗത്യ സംഘത്തിന് 4 റൗണ്ട് മയക്കുവെടി വയ്ക്കേണ്ടി വന്നു. പക്ഷേ 2 തവണ മാത്രമാണ് അത് ഏറ്റത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അതിരപ്പള്ളിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്.